ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അപ്പം നിങ്ങൾ ഇന്നത്തെ വിശേഷവും പ്രമോയൊക്കെ കണ്ടു കാണൂല്ലേ? എന്നിട്ട് കാത്തിരിക്കുകയാണല്ലേ. നമ്മുടെ ശ്രുതിയാണെങ്കിൽ ഒരു ചെറിയ ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടായി. അങ്ങനെ നേരെ ശ്രുതിയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുന്നത്. അപ്പം അതിനിപ്പോൾ എന്താകും എന്നൊക്കെയാണ് നാളത്തെ വിശേഷത്തിലുള്ളത്. അതിനോടൊപ്പം തന്നെ നമ്മുടെ രേവതി ഒരുപാട് പ്രതീക്ഷകളൊക്കെ മനസ്സിൽ കൊണ്ടു നടന്നു. സച്ചിക്ക് തന്നോട് സ്നേഹമുണ്ട്, സച്ചി തന്നെ ഭാര്യയായിട്ട് അംഗീകരിച്ചു എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു. പക്ഷെ അതൊക്കെ വെറും വിചാരം മാത്രമാണ്, തൻ്റെ തോന്നൽ മാത്രമാണ്. സച്ചി ഒരിക്കലും തന്നെ സ്നേഹിച്ച് തുടങ്ങിയിട്ടില്ല എന്ന് ഇന്നത്തെ ആ ലാസ്റ്റത്തെ ഡയലോഗിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും. കാരണം നമ്മുടെ രേവതി അത്ര പ്രതീക്ഷയോടുകൂടി തന്നെയാണ് കാത്തിരുന്നത്. അതൊക്കെ അയൺ ചെയ്തൊക്കെ വെച്ച് ഒരു ഭർത്താവിന് തൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കുന്ന രീതിയിൽ തനിക്ക് ഇഷ്ടമുള്ള ഫുഡ് ഉണ്ടാക്കി കൊടുത്തു. അതുപോലെ തന്നെ ഷർട്ടൊക്കെ തേച്ച് വെച്ചു. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മുടെ സച്ചിക്ക് രേവതിയോട് സ്നേഹം തോന്നി കാണുമെന്നാണ് രേവതിയുടെ വിചാരം. പക്ഷെ അത് വെറും ഒരു തോന്നലാണെന്ന് മനസ്സിലായി. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഏതായാലും നമ്മൾ നാളെ കാണാൻ പോകുന്നത് വേറെ ഒന്നുമല്ല. ഇനിയിപ്പോൾ നാളെ കാണാൻ പോകുന്നത് നമ്മുടെ ശ്രുതിയുടെയും കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ശ്രുതി ഹോസ്പിറ്റലിൽ എത്തിച്ചു സുധീനെ. അങ്ങനെ സുധീനെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. ബോധം കെട്ടുപോയി. അപ്പം തന്നെ ചോര കണ്ടപ്പോഴേ ബോധം കെട്ടുപോയി. ബോധം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്നൊക്കെ ഒന്ന് പരക്കെയൊക്കെ നോക്കിയിട്ട് അയ്യോ ഞാനിതെവിടെയാ, ഞാൻ ഹോസ്പിറ്റലിലാണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ശ്രുതി അതെ, നിങ്ങൾ ഹോസ്പിറ്റലിലാണ് ഉള്ളത്. എന്താടോ താൻ ഇങ്ങനെ ആയിപ്പോയത്? താൻ എന്തിനാ രക്തം കണ്ട ഉടനെ കിടന്ന് കാറി ബോധം പോയത്? അത് പിന്നെ എനിക്ക് പണ്ട് മുതലേ രക്തം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോധം പോകും. പണ്ട് മുതലേ എനിക്ക് പേടിയാന്ന് പറഞ്ഞപ്പം ഡോക്ടർ ഇങ്ങനെ ക്ലീനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഡോക്ടർ പറഞ്ഞു, താനൊരു തടിമാടനാണല്ലോ, താന് ഒരു വലിയ പുരുഷനാണല്ലോ, എന്നിട്ട് എന്താടോ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും ഇല്ലല്ലോടോ ഇപ്പോൾ ഈ രക്തം കാണുമ്പോഴൊക്കെയുള്ള പേടി. അതൊക്കെ പണ്ടായിരുന്നു. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ സ്മാർട്ടാണ്. എന്നിട്ട് താന് ആ പ്രായത്തിൻ്റെ പക്വതയൊന്നും ഇല്ലല്ലോ തനിക്കെന്ന് പറയുമ്പം അത് ഡോക്ടർ എനിക്ക് എന്താ പറ്റിയത്, എൻ്റെ കാലിന് എന്താ പറ്റിയത്, എൻ്റെ കാല് മുറിച്ച് കളയാൻ പോവാണോ? താൻ എന്തൊക്കെയാണോ ഈ വിളിച്ച് പറയുന്നത്? തൻ്റെ കാല് മുറിച്ച് കളയാനൊന്നും പോകുന്നില്ല. പക്ഷേ ഇനിയിപ്പം നടക്കണമെങ്കിൽ ചെറിയൊരു ഓപ്പറേഷൻ്റെ ആവശ്യമുണ്ട്. ഒരു ചെറിയൊരു ഓപ്പറേഷൻ, ഒരു ദിവസത്തെ റെസ്റ്റ് മതി. ഒരു ദിവസം നിങ്ങൾക്ക് ഇവിടെ കിടന്നിട്ട് പിറ്റേ ദിവസം നിങ്ങൾക്കിത് ഡിസ്ചാർജ് ചെയ്ത് പോകുകയും ചെയ്യാം. അതുപോലൊരു ചെറിയൊരു ഓപ്പറേഷൻ ആണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഓപ്പറേഷനോ? പേടിക്കാനില്ലടോ, ഓപ്പറേഷനൊന്നുമില്ല. അല്ല, ഓപ്പറേഷൻ പേടിക്കൊന്നും വേണ്ട. ഓപ്പറേഷൻ അത്രയ്ക്ക് വലിയ കാര്യമായിട്ടൊന്നും കാണണ്ട. ഒരു ചെറിയൊരു ഓപ്പറേഷനാണ്. താനിപ്പോൾ സമാധാനമായിട്ട് അവിടെ കിടക്കാൻ പറഞ്ഞു. അങ്ങനെ കാലിങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ശ്രുതിക്ക് വേദനിക്കുന്നുണ്ട്. അങ്ങനെ ശ്രുതിയുടെ ഈ ഒരു വേദന കണ്ടപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു, എന്താ വേദനിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ മുഖത്തേക്ക് കുറച്ച് നേരം നോക്കിക്കൊണ്ടിരിക്കുക. ആ മുറിവിലേക്ക് തന്നെ ഇങ്ങനെ നോക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ വേദന കൂടുകയുള്ളൂ. എൻ്റെ മുഖത്ത് കുറച്ച് നേരം നോക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ ശ്രുതിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആരാണ് ശ്രുതി, എന്താണ്, എന്തിനാണ് എന്നൊന്നും അറിയില്ല. പക്ഷേ നമ്മുടെ ശ്രുതിയുടെ അത്യാവശ്യ ഘട്ടത്തിൽ ഒരു സഹായിയായി എത്തിയ ഈ ഒരു ശ്രുതി തന്നെയാണ് ഇനി ജീവിതം മുഴുവനും നമ്മുടെ ശ്രുതിയുടെ കൂടെ സഹായിയായി നിൽക്കാൻ പോകുന്നത്, സ്വന്തം ഭാര്യയായിട്ട് നിൽക്കാൻ പോകുന്നത്. അപ്പോൾ അതിലേക്കുള്ള വഴികൾ, എങ്ങനെയാണ് ഭാര്യ ആവുക? വെറുതെ അങ്ങനെ പെട്ടെന്ന് കയറി കല്യാണം കഴിക്കില്ലല്ലോ. അതിനേക്കുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ചന്ദ്ര വരണം. ചന്ദ്രയ്ക്ക് ഇഷ്ടപ്പെട്ട പെണ്ണിനെ മാത്രമേ ശ്രുതി വിവാഹം കഴിക്കത്തുള്ളൂ. അപ്പം നമ്മുടെ ചന്ദ്രയ്ക്ക് ആദ്യം ശ്രുതിനെ ഇഷ്ടപ്പെടണമല്ലോ. അപ്പോൾ അതിലേക്കും കുറച്ച് വഴികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഹോസ്പിറ്റലിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഓപ്പറേഷനുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. തനിക്ക് ആരും ഇല്ലേ എന്ന് ശ്രുതി ചോദിച്ചു. അപ്പം ശ്രുതി പറഞ്ഞു, എനിക്ക് ആരുമില്ല. തനിക്ക് ആരുമില്ലേ? ഇല്ല, എനിക്ക് ആരുമില്ല. എല്ലാവരും ഉണ്ട്, പക്ഷേ എനിക്ക് ആരുമില്ല. ഈ ലോകത്തിൽ പൈസയാണോ പ്രാധാന്യം? പൈസയുള്ളവന് മാത്രമേ വിലയുള്ളൂ. എൻ്റെ കയ്യിൽ 5 പൈസ ഇല്ലാതായപ്പോഴേക്കും എന്നെ ആർക്കും വേണ്ട, ഇപ്പം ഞാൻ തന്നെയാ എന്ന് പറഞ്ഞപ്പം നമ്മുടെ ശ്രുതിയും പറഞ്ഞു, അപ്പം പിന്നെ നമ്മൾ രണ്ടുപേരെ ഒരു വണ്ടിക്ക് കെട്ടാലോ. കാരണം ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ്. എനിക്കും ആരും ഇല്ലടോ, എനിക്കും ആരുമില്ല. ഈ പറയുന്ന പൈസയ്ക്ക് നെട്ടോട്ട് ഓടി നടക്കുന്ന ഒരാൾ തന്നെയാണ് ഞാനും. പൈസയ്ക്ക് നെട്ടോട്ട് ഓടുക എന്ന് പറഞ്ഞാൽ എനിക്ക് പൈസ ഇല്ലെന്നൊന്നും അല്ലാട്ടോ പറയുന്നത്. ഞാൻ ഒരു തെറാപ്പിസ്റ്റാണ്. എനിക്ക് അത്യാവശ്യം ബ്യൂട്ടീഷ്യനൊക്കെ അറിയാം, മസാജൊക്കെ അറിയാം. അതിൻ്റേതായ കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം പൈസയൊക്കെ എൻ്റെ കയ്യിലുണ്ട്. പൈസ ഉണ്ടാക്കേണ്ട രീതിയൊക്കെ എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതിനെ പരിചയപ്പെടുത്തുന്നു. ഇതൊക്കെ കേട്ട് അത്ഭുതത്തോടു കൂടി തന്നെ നോക്കി നിൽക്കുകയാണ് ആരുമില്ലാത്തൊരു പെൺകുട്ടി. പക്ഷേ പൈസ ഉണ്ടാക്കാൻ നെട്ടോട്ടം ഓടുന്ന ആ ഒരു ടൈമിൽ തന്നെ നമ്മുടെ ശ്രുതിനെ പരിചയപ്പെട്ടു. ശ്രുതിയുടെ ഓരോ ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങൾ കേൾക്കും തോറും നമ്മുടെ ശ്രുതിക്കും ജീവിക്കാനുള്ള ആ ഒരു ഇത് തോന്നുകയാണ്. കാരണം ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ തനിയെ ജീവിക്കാൻ പറ്റുമെങ്കിൽ എനിക്ക് തനിയെ ജീവിക്കാൻ പറ്റുമല്ലോ എന്ന ഒരു ചിന്തയൊക്കെ ഓടിക്കയറുന്നുണ്ട്. ഇതേ സമയം ആയിക്കോട്ടെ നമ്മുടെ ചന്ദ്രയാണെങ്കിൽ
മകനെ കാണാത്ത വിഷമത്തിലാണ്. അവനിത് എവിടെ പോയതായിരിക്കും എന്നൊരിതുമില്ല. അങ്ങനെ ചന്ദ്ര നേരെ രവീന്ദ്രൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്കിത് വല്ലതും അറിയണോ? നിങ്ങൾക്ക് നിങ്ങളുടെ മകൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് യാതൊരു വിഷമമില്ല മനുഷ്യാന്ന് ചോദിച്ചപ്പം ഞാൻ എന്തിനാടി വിഷമിക്കുന്നത്? അവനെ 2ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലോ പഠിക്കുന്ന കുട്ടിയൊന്നും അല്ലല്ലോ കാണാതെ പോകാനായിട്ട്. അവന് അത്യാവശ്യ ഭാഷ കൈകാര്യം ചെയ്യാൻ അറിയാം, അതുപോലെ മറ്റുള്ളവരുമായിട്ട് ഇടപെടാൻ അറിയാം. അവനൊരു പുരുഷനല്ലേ, അവൻ വളർന്നു വലുതായില്ലേ, അവന് തന്നെ എവിടെയാണെങ്കിലും പോയി ജീവിക്കാനും അറിയാം. പിന്നെ ഞാനിതിനെ പേടിക്കുന്നത്? എങ്കിലും നിങ്ങളൊരച്ഛനാണോ മനുഷ്യ, ഒരച്ഛനാണോ ഇങ്ങനെയൊക്കെ പറയുന്നത്? എൻ്റെ മോനെക്കുറിച്ച് ഓർക്കുമ്പോഴേ എനിക്ക് സങ്കടം തോന്നുക. അവൻ എവിടെയായിരിക്കും? അവൻ എവിടെയെങ്കിലും അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണോ? 5ൻ്റെ പൈസ അവൻ്റെ കയ്യിലില്ല. 5ൻ്റെ പൈസയുടെ കാര്യം നീ മിണ്ടരുത്. 50 ലക്ഷം കൊണ്ടുപോയി തുലച്ച് കളഞ്ഞ അവൻ്റെ കയ്യിൽ എന്തിനാടി ഇനി പൈസ കൊടുക്കുന്നത്? അവൻ തെണ്ടിത്തിരിയട്ടെ, അവൻ തെണ്ടിത്തിരിഞ്ഞ് നടക്കട്ടെ. അല്ലാതെ ഇപ്പം ഞാൻ എന്താ പറയുക? നിങ്ങളിങ്ങനെയൊക്കെ പറഞ്ഞോ? നിങ്ങളുടെ പുത്രനല്ലേ അത്? അതും നമ്മളെ ആദ്യം അമ്മ അച്ഛാന്ന് വിളിച്ച പുത്രൻ. അത് നിങ്ങൾ മറന്നു പോകരുത്. അതുമാത്രമേ രവിയേട്ടാ എനിക്ക് പറയാനുള്ളൂ, അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്നൊക്കെ പറഞ്ഞ് വിഷമത്തോടെ നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ സച്ചി ഇങ്ങ് വന്നിട്ട് എന്തു പറ്റി, മകനെ കാണുന്നില്ലേ? എങ്കിൽ പിന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ഒരു പരാതി കൊടുക്കുക, മകനെ കാണുന്നില്ലെന്ന്. അതിന് മുമ്പൊരു പരാതി കൊടുക്കണം. 50 ലക്ഷം രൂപയും കൊണ്ട് ഒരുത്തി മുങ്ങി, അവളെ ചിലപ്പം തപ്പിപ്പോയതായിരിക്കും. അതോ ഇനിയിപ്പോൾ ഇതൊക്കെ ഒരു ഡ്രാമയാണോ? അച്ഛാ, എനിക്ക് വല്ലാത്തൊരു സംശയമുണ്ട്. അമ്മയും മകനും കൂടെ ചേർന്ന് കളിക്കുന്ന ഒന്നാന്തരം നല്ല ഡ്രാമയാണോ ഇത്? ചിലപ്പം ഇതിൻ്റെ പേരിൽ ടീച്ചർ അമ്മയ്ക്കും കിട്ടി കാണും കുറച്ച് കൈമണി. എത്ര രൂപ കിട്ടി? 50 ലക്ഷത്തിൻ്റെ പകുതി കിട്ടിയോ അതോ പകുതിയുടെ പകുതി കിട്ടിയോ? അവനായോണ്ട് പറയാൻ പറ്റില്ല. ആർത്ത കൈക്ക് ഉപ്പ് തേക്കാത്തവനാ അവൻ. ചിലപ്പോഴേ നിങ്ങൾക്കൊരു 50,000 രൂപ തന്നു കാണുമല്ലേ എന്നൊക്കെ പറയുമ്പം, എൻ്റെ പൊന്നു സച്ചി, നീ ഒന്ന് നിർത്തുന്നുണ്ടോ? കുറേ നേരമായി തുടങ്ങിയിട്ട്. നീ ഒറ്റ ഒരുത്തം കാരണമാണ് എൻ്റെ മകൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. നിനക്കറിയാമോ? സ്വന്തം മകൻ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. അവൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് അവൻ്റെ കയ്യിലിരിപ്പ് നന്നാകഞ്ഞിട്ടാ, അല്ലാതെ ഞാൻ കാരണമൊന്നും അല്ല. അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ രേവതി ഒരു ഗ്ലാസ് പാലൊക്കെ ആയിട്ട് കൊണ്ടുവരികയാണ് അമ്മയ്ക്ക് കൊടുക്കാനായിട്ട്. അങ്ങനെ അമ്മ ഇന്ന പാല് എന്നിങ്ങനെ പറഞ്ഞു. പാലോ? എന്തിന്? ഞാൻ നിന്നോട് പാല് ചോദിച്ചോ? അല്ല, അമ്മ എന്നും പാല് കുടിക്കാറുള്ളതല്ലേ. ഞാൻ ചൂടായ പാലായിരുന്നു, അത് തണുപ്പിക്കാൻ വെച്ചേക്കായിരുന്നു. ഇപ്പം എടുത്തുകൊണ്ട് വരുന്നതെന്ന് പറയുമ്പോൾ ഞാൻ നല്ല ചൂടായിട്ടിപ്പം നിൽക്കുക. ഈ പാൽ എൻ്റെ കയ്യിൽ തന്നാൽ നിൻ്റെ മുഖത്തിരിക്കും. മര്യാദയ്ക്ക് പാലും കൊണ്ട് മാറിപ്പോക്കോ എന്ന് പറഞ്ഞു. അമ്മ കുടിക്കുന്നതല്ലേ എന്നും, അതും കൊണ്ടല്ലേ? എടി, എൻ്റെ മകന് ഒരു തുള്ളി വെള്ളം കൊടുക്കാത്ത നിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ പാല് മേടിച്ച് കുടിക്കണം എന്നല്ലേ? എൻ്റെ പട്ടി കുടിക്കും. അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, എടി ചന്ദ്രേ, നിനക്ക് ആ പാല് വേണ്ടെങ്കിൽ വേണ്ടാന്ന് പറ. നീ കൂടുതൽ വിശദീകരിച്ച് ചോദ്യം ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ. വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രേവതി കൊണ്ട് വയ്ക്കൂലോ, അവൾക്ക് ചെവിയൊക്കെ കേൾക്കാം. വേണ്ടെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞാൽ മതി. നിങ്ങളും ഇവളുടെ സൈഡിലാണല്ലോ നിൽക്കുന്നത്. എല്ലാവരും ഇപ്പം രേവതി പുരാണം പാടിക്കൊണ്ട് നടക്കുക. ഇവളെന്ന് എൻ്റെ കുടുംബത്തിൽ കാലെടുത്ത് കുത്തിയോ അന്ന് തുടങ്ങിയ കഷ്ടകാല. എടി, നീ എൻ്റെ മകന് ഒരു വെള്ളം പോലും ഇവിടുന്ന് കൊടുക്കില്ലല്ലേ? അമ്മയോട് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ മകന് ഒന്നും കൊടുക്കേണ്ട കാര്യം എനിക്കില്ല. കാരണം ഞാൻ വ്യക്തമാക്കേണ്ടതില്ലല്ലോ. നിങ്ങളുടെ മകന് എന്നോട് അത്രയ്ക്ക് ക്രൂരതയാണ് കാട്ടിയത്. പറയായിരുന്നു, ഇഷ്ടമല്ലെങ്കിൽ പറയായിരുന്നു, ആ കല്യാണം നടത്തണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ അനുഭവിക്കുന്ന വേദന എന്തെന്ന് അറിയണമെങ്കിലേ നിങ്ങൾക്ക് അങ്ങനെ ഒരു സാഹചര്യം വരണം. എന്നാലും നിങ്ങളൊന്നും പഠിക്കില്ല. എൻ്റെ വേദന എനിക്ക് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് ഞാനിവിടെ എത്ര നാളുണ്ടോ അത്ര നാളും ഞാൻ എൻ്റെ കൈ കൊണ്ട് ഒരാഹാരവും അയാൾക്ക് കൊടുക്കില്ല. അത്രയ്ക്കായോടി എന്ന് പറഞ്ഞുകൊണ്ട് ആ പാല് മേടിച്ചിട്ടൊരൊറ്റ ഏതെറിഞ്ഞു കേട്ടോ. ആര്? നമ്മുടെ ചന്ദ്ര. ഈ ചന്ദ്ര പാലെറിഞ്ഞത് കണ്ടിട്ട് നമ്മുടെ സച്ചിനങ്ങോട്ട് കലി വന്നിട്ട്, ഓഹോ, നിങ്ങളിപ്പോൾ ചെയ്തതേ എന്താണെന്ന് എനിക്കറിയാം. നിങ്ങൾ എന്നോടുള്ള ദേഷ്യം അവളോട് തീർത്തതാണെന്നും എനിക്കറിയാം. നിങ്ങൾ ദേഷ്യപ്പെടാനിരിക്കുന്നതേ ഉള്ളൂ. നിങ്ങളുടെ മകനെ എവിടെ പോയി, എന്ത് ചെയ്തു, എങ്ങനെ ജീവിക്കുന്നു എന്നൊക്കെ വേണമെങ്കിൽ നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. അല്ലാതെ ഞങ്ങൾക്കതിൻ്റെ കാര്യമില്ല. എൻ്റെ 50 ലക്ഷം രൂപ കിട്ടാതെ ഞാനും അവനുമായിട്ട് ഒരു ബന്ധവുമില്ല. അതുമല്ല, അവൻ എൻ്റെ ആട്ടിമയുമായിരിക്കും. അവൻ എപ്പോൾ ഈ വീട്ടിൽ വരുന്നോ അപ്പോഴൊക്കെ ഞാൻ പറയും. ഞാൻ ചിലപ്പോൾ ഇവിടുന്ന് തള്ളി പുറത്താക്കും. അതൊക്കെ സഹിക്കാൻ പറ്റുമെങ്കിൽ അവനിവിടെ നിന്നാൽ മതി. എടി രേവതി, നീ എന്തിനാ നോക്കിക്കൊണ്ട് നിൽക്കണത്? നിനക്ക് ആ പാലും കൊണ്ട് കയറി പോടി എന്ന് പറഞ്ഞിട്ട്, പാലും കൊണ്ടല്ല ഗ്ലാസും കൊണ്ട് കയറി പോടി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രേവതിനെ അങ്ങ് കയറ്റി വിട്ടു. അങ്ങനെ നമ്മുടെ രവീന്ദ്രൻ, എടി ചന്ദ്രേ, നിനക്ക് ഇതൊക്കെ തന്നെ വേണോടി. കാരണം എത്ര കിട്ടിയാലും നീ പഠിക്കില്ല, അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്ന് പറഞ്ഞു. ഇതൊക്കെ കേട്ടുകൊണ്ട് ചന്ദ്ര ദേഷ്യം വന്നിട്ട് അങ്ങ് പോയി. എങ്കിലും രവീന്ദ്രന് ഒരു ചെറിയൊരു പേടി കേട്ടോ. രവീന്ദ്രൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക, ഇനിയിപ്പോൾ എവിടെ പോയതായിരിക്കും, എങ്കിൽ പിന്നെ ഒന്ന് വിളിച്ചു നോക്കാമെന്ന് പറഞ്ഞ് വിളിച്ചു നോക്കുമ്പോഴത്തേക്ക് കിട്ടുന്നില്ല. നമ്മുടെ
സുധിയുടെ ഫോണ് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചു സുധി. കാരണം വേറെ ഒന്നുമല്ല, വേണ്ട ഇനി ആരും തന്നെ വിളിക്കണ്ട എന്ന് കരുതി തന്നെയാണ് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചത്. അങ്ങനെ ചന്ദ്ര വിളിക്കുന്നു, നമ്മുടെ രവീന്ദ്രൻ വിളിക്കുന്നു, എന്നിട്ടൊന്നും സുധീനെ കിട്ടുന്നില്ല. സുധി ആയിക്കോട്ടെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ ശ്രുതിയുടെ കൂടെ അവിടെ തന്നെ ഉണ്ട്. അങ്ങനെ ശ്രുതി പറഞ്ഞു, ഏതായാലും നിങ്ങളുടെ വീട്ടുകാരെ ആരെങ്കിലും അറിയിക്കാനുണ്ടെങ്കിൽ അറിയിക്കാമെന്ന് പറയുമ്പോഴത്തേക്കും സുധി പറയുന്നുണ്ട്, എനിക്ക് വീട്ടുകാരും ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വേറെ ആരുമില്ല, കുട്ടിക്ക് വേണമെങ്കിൽ പൊക്കോളൂ കുട്ടി പൊക്കോളൂ, ഞാനിവിടെ തന്നെയാണേലും നിന്നോളാം എന്ന് പറയുമ്പം, ഹേയ് ഞാൻ ഇത്രയും വരെ കൊണ്ടെത്തിച്ചിട്ട് ഇനിയിപ്പോൾ തന്നെ പോകുന്നത് അത് ശരിയല്ലല്ലോ, തന്നെ ആക്കിയിട്ട് പോകുന്നത്. അതുകൊണ്ട് ഞാൻ ഇയാളുടെ കൂടെ കൂട്ടിരുന്നോളാം. ഒറ്റയ്ക്കിരിക്കുന്ന വിഷമം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, ഞാനും ഒരൊറ്റാന്തടിയാണല്ലോ, അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഏതായാലും പതിയെ സുധി നമ്മുടെ ശ്രുതിയുടെ ജീവിതത്തിലേക്ക് കടന്ന് ചെല്ലുന്നുണ്ട്. അപ്പം ഇനിയിപ്പോൾ എന്തായി തീരും, എങ്ങനെയായി തീരും എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. ഇനി എന്തായിരിക്കാം ഉണ്ടാവുക നമ്മുടെ സുധിയുടെയും ജീവിതത്തിൽ, എങ്ങനെയാണ് നമ്മുടെ സുധിയുടെ ജീവിതത്തിലേക്ക് കയറി ചെല്ലുന്നത്. അപ്പോൾ അതിനും ഇനി കുറച്ച് കാര്യങ്ങളും കാരണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ നാളത്തെ വിശേഷം ഇതൊക്കെയാണ്. അപ്പോൾ ഫുൾ വിശേഷമായി രാവിലെ എത്താട്ടോ. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ, ബൈ ബൈ.